ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞാൻ ഇന്ന് കർക്കിടകമൊക്കെ അല്ലേ, അപ്പോൾ ഒരു പ്രത്യേക കറി വെച്ചേക്കാന്ന് ഓർത്ത് ഞാൻ ഈ കാട്ടുചേമ്പിൻ്റെ കൂമ്പല ഉണ്ടല്ലോ, അത് തോരൻ പൊക്കി കുടമ്പുളി ഇട്ട് നമ്മൾ മീൻപേര് വെക്കുന്ന പോലെ ഒന്ന് വെച്ച് നോക്കിയാലോ എങ്ങനെ ഉണ്ടെന്ന് കാണിക്കാവേ. ഞാൻ ചേമ്പല ഒന്ന് കഴുകിയെടുക്കട്ടെ. നല്ലപോലെ കഴുകട്ടോ. കൂമ്പ് വരാത്ത കൂമ്പ് മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ, മറ്റേതാകുമ്പോൾ ഉണ്ടല്ലോ വേഗമല്ല. ഈ കൂമ്പെല്ലാം കൂടി ഉണ്ടല്ലോ, നമുക്ക് പുറത്തോട്ട് പോവാം. തിണ്ണേ പോയിരുന്ന് ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ ഈ കൂമ്പെല്ലാം കൂടെ കഴുകി വാരി കൊണ്ടുവന്നേ. നമുക്ക് ഈ ചേമ്പിൻ്റെ ഇലയുണ്ടല്ലോ നൂർത്തണം. നൂർത്തിയിട്ട് വേണം അത് ചെയ്യാൻ. നൂർത്തിയിട്ട് എടുക്കണം. അതിൽ വെള്ളമെല്ലാം കുടിഞ്ഞ് കളഞ്ഞിട്ട് എന്താണ്ട് നിവർത്തി ഇതിനകത്ത് വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. നോക്കി ഇതിൻ്റെ തണ്ട് പൊടിച്ച് അതിനകത്ത് നാരെല്ലാം കളഞ്ഞ് എടുക്കുക. ഇങ്ങനൊരു ചെറിയ കഷ്ണം എടുക്കാം. എന്നിട്ട് നമ്മളതിനെ ഉരുട്ടിയിട്ട് കെട്ടിയെടുക്കാം. എൻ്റെ അമ്മച്ചി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കേട്ടോ. അമ്മയുണ്ടായിരുന്നപ്പം ഇങ്ങനെയുള്ള മാസങ്ങളിൽ ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുവേ. അമ്മയ്ക്കതൊക്കെ സ്പെഷ്യൽ കറികളാണ്. ഞാൻ അതെല്ലാം കൂടെ കെട്ടിയെടുക്കട്ടെ കേട്ടോ. കെട്ടിയെടുത്തിട്ട് കാണിക്കാം ബാക്കി. കാട്ടുചേമ്പിൻ്റെ ഇലയെ ഇടുള്ളൂ കേട്ടോ, അല്ലാതെ നമ്മൾ നാടൻ ചേമ്പിൻ്റെ എടുക്കുകയല്ല. അങ്ങനെ ഞാൻ ഇതെല്ലാം കൂടെ കെട്ടിയെടുത്തേ. നമുക്ക് ബാക്കി ഇതിനകത്തുള്ള മിക്സുകൾ നോക്കാം. ഇത്രയുണ്ട് കെട്ടിയെടുത്തിട്ട്. ഒരു നേരത്തിന് കറി കൂട്ടാനേ കാണുള്ളൂ കേട്ടോ. കുറച്ചേ ഉള്ളൂ, ഒത്തിരി ഉണ്ടേലേ തികയുള്ളൂ. അപ്പം നാരെല്ലാം കണ്ടോ, നാരെല്ലാം ഇങ്ങനെ കളഞ്ഞെടുക്കുക. അതിനകത്തേക്ക് ഇനി നമുക്ക് കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരിമുളക് ആവശ്യത്തിന്, തേങ്ങ, ഇത്രയും സാധനങ്ങൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവേ. ഞാൻ കുഞ്ഞൊരു ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. മൺചട്ടിക്കകത്ത് വെക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത്. അപ്പം ഞാൻ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇച്ചിരി കടുകും കൂടെ ഇടാവേ. എണ്ണ ചൂടായി വന്നേ. കടുക് പൊട്ടി വരുമ്പം നമ്മൾ ആ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന മസാലയുണ്ടല്ലോ, ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി, തേങ്ങ, കറിവേപ്പില എല്ലാം കൂടെ അതിനകത്തേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്ത് അരപ്പിനകത്തേക്ക് ഇടുക. അത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ ചേമ്പല കെട്ടിയത് ഇട്ട് കൊടുക്കുക. അതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. അതിനകത്തേക്ക് നമുക്ക് ഇനി വേണ്ടിയത് കുടംപുളി വേണം, ഉപ്പ് വേണം. പുളി ഇടുന്നത് തന്നെ ചൊറിയാതിരിക്കാനാട്ടോ. കുടംപുളി ഇട്ടാൽ ചൊറിയല. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് തട്ടിപ്പൊക്കി തോരനായിട്ട് വെച്ചേക്കാം. ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് പെട്ടെന്ന് വേവും കേട്ടോ. ഇന്ന് കൂട്ടരുത് കേട്ടോ, നാളെ കൂട്ടാവുള്ളേ. ഇനി ടേസ്റ്റ് കൂടണമെങ്കിൽ നാളെ കൂട്ടിയാലേ ഇതാവുള്ളൂ. വെള്ളം ഒഴിക്കണ്ട കേട്ടോ. നമുക്ക് ഈ അരപ്പിൻ്റെ തേങ്ങയുടെ ഇതുണ്ടല്ലോ, തേങ്ങയുടെയും ഇലയ്ക്കകത്തെ വെള്ളം കൂടെ ഇറങ്ങി അത് ശരിയായിക്കുള്ളൂ. അതിനകത്ത് വെള്ളം ഒഴിക്കണ്ട. തീ സിമ്മിൽ വെച്ചാൽ മതി, അപ്പോൾ കരിയേല. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി മൂടി വെക്കാവേ. ഒന്ന് തുറന്നിളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് ഉണ്ടോ വെന്തു, എന്നാലും ഒരു ഇച്ചിരി വെള്ളം കൂടെ പറ്റാനുണ്ട്. അതുകൊണ്ട് ഒന്നും കൂടെ ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ച് നാളെ കൂട്ടാം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ശരിക്കും ഈ മീൻ കറി വെക്കല്ലേ, മീൻ പീര വെക്കുന്നത് അതേ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഓക്കെ, ബായ്.